നമസ്കാരം. വൈശാഖ മാസത്തിലെ ഷഷ്ഠി സുബ്രഹ്മണ്യ സ്വാമിക്ക് വളരെ പ്രാധാന്യമുള്ള ദിവസമാണ്. സ്കന്ദഷഷ്ഠി വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ഷഷ്ഠി, വെളുത്ത പക്ഷ ഷഷ്ഠി വളരെ വിശേഷപ്പെട്ടതാണ്. ഈ ദിവസം വ്രതമെടുത്താൽ സുബ്രഹ്മണ്യ സ്വാമിയെ പൂജിക്കുന്നത് സന്താനലബ്ധി, ശത്രുദോഷ പരിഹാരം, ത്വക്കുരോഗശാന്തി എന്നിവയ്ക്ക് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. ചില ക്ഷേത്രങ്ങളിൽ ഈ ദിവസം പ്രത്യേക കാവടി അഭിഷേകം ഉണ്ടാകാറുണ്ട്. ഏത് ശുഭകാര്യത്തിനും തുടക്കം കുറിക്കാൻ പറ്റുന്ന മാസമാണ് വൈശാഖം. വൈശാഖ മാസം അഥവാ മാധവ മാസം എന്നും ഇതറിയപ്പെടുന്നു. വൈശാഖ ദിനത്തിലെ പ്രഭാത സ്നാനത്തിനും വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നു. പ്രഭാത സ്നാനത്തിൽ ത്രിലോകങ്ങളിലുള്ള സർവ്വതീർത്ഥങ്ങളുടെയും സാന്നിധ്യം നദികളിലും ആറുകളിലും കിണറുകളിലും തുടങ്ങി എല്ലാ ജലാശയങ്ങളിലും ഉണ്ടാകുമെന്നാണ് സങ്കല്പം. അതിനാൽ അതിരാവിലെയുള്ള സ്നാനം സർവ്വതീർത്ഥ സ്നാനഫലം നൽകുമെന്നാണ് പുരാണങ്ങളിൽ സൂചിപ്പിക്കുന്നത്. അതിരാവിലെ കുളിച്ച് ശുദ്ധമായി സുബ്രഹ്മണ്യ ഭഗവാനെ ധ്യാനിച്ച് വ്രതം ആരംഭിക്കാം. വീട്ടിലെ പൂജാമുറിയിൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് മുന്നിൽ നെയ്യ് ഒഴിച്ച് വിളക്ക് കൊളുത്തുന്നത് വളരെ ഉത്തമമാണ്. ദിവസം മുഴുവൻ ഓം ശരവണഭവ എന്ന മന്ത്രം ജപിക്കുക. കൂടാതെ ഷൺമുഖ നാമകീർത്തനം ചൊല്ലാം. അടുത്തുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രം ദർശനം നടത്തി പാലഭിഷേകം ചെയ്യുന്നത് നല്ലതാണ്. വ്രതദിനം പകലുറക്കം ഒഴിവാക്കാം. അരിയാഹാരം ഒരു നേരമായി ചുരുക്കാം. ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ സന്താന സൗഖ്യം, ആയുരാരോഗ്യ വർദ്ധനവ്, തടസ്സങ്ങൾ നീങ്ങുവാനും ഉദ്ദിഷ്ടസിദ്ധിക്കും ത്വക്കുരോഗശാന്തിക്കും ശത്രുദോഷവും ഫലം ചെയ്യുന്നു.